ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും ഒന്നും പറയലില്ല. അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി അറിയിക്കുകയും പിന്നെ വീഡിയോ ഒക്കെ ഇട്ടാൽ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് വീഡിയോ ഒക്കെ കാണുക. ഒരു ലൈക്കും ഷെയറും പിന്നെ അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടാലോ. അപ്പം അന്നൊരു വെള്ളിയാഴ്ച ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കിച്ചണിക്ക് വന്നിക്കണത്. അങ്ങനെ വന്ന് ഇതൊക്കെ ആക്കിങ്ങാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് ഭൂരി ഉരുളങ്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഉരുളങ്കിഴങ്ങ് കരിഞ്ഞങ്ങാണ്ട് വേഗം കുക്കറിലൊക്കെ ഇട്ട് അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിക്കണം. അങ്ങനെ അതവിടെ ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പുറത്തൊക്കെ അടുപ്പത്ത് ഞാൻ വേഗം ഉരുളങ്കിഴങ്ങൊക്കെ വേവാൻ വേണ്ടി വെച്ചും ചെയ്തിക്കണം. എന്നാലും ഇന്ന് വെള്ളിയാഴ്ച അല്ല, അപ്പം ഇന്ന് മക്കൾക്കൊക്കെ ഒന്ന് സ്കൂളിലെ ദിവസമൊക്കെ അല്ലേ. അങ്ങനെ പിന്നെ ഭൂരിക്ക് ഞാൻ വേഗം മാവൊക്കെ കുഴച്ചങ്ങാണ്ട് അതവിടെ എടുത്ത് വെച്ച് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ചായയൊക്കെ ആയപ്പോൾ ഗ്ലാസ് ചായയൊക്കെ എടുത്തങ്ങാണ്ട് മുന്നായിട്ട് പോയിങ്ങാണ്ടൊക്കെ കുടിക്കുകയാണ്. അപ്പം മക്കളൊന്നും നീച്ചിട്ടൊന്നുമില്ല. വെള്ളിയാഴ്ച മദ്രസ ചെയ്യാത്ത കാരണം മോനൊക്കെ ഒന്ന് കിടക്കും. അങ്ങനെ ഞാൻ വേഗം ചായ കുടിച്ച് ഇപ്പം ഇരുന്നാൽ ശരിയാവില്ലല്ലോ വെച്ചിട്ട് ഞാൻ വേഗം കിച്ചണിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്കൊക്കെ കയറി. അപ്പോൾ പിന്നെ നമ്മൾ ഡബിൾ നോക്കിയപ്പോൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾക്ക് ബോട്ടിന് എന്തൊക്കെ പൂരിപ്പിച്ചെടുക്കാനൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഡബിളുണ്ട്. അങ്ങനെ അതൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ വേഗം വന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ വെന്തിക്കണം. അങ്ങനെ ഞാൻ വേഗം കടുക്കൊക്കെ പൊടിച്ചിട്ട് പിന്നെ കറിവേപ്പില ഇല്ലേന്ന് അപ്പോൾ കാണിട്ടിട്ടില്ല. പിന്നെ ഹസ്ബൻഡൊക്കെ നീച്ച് ഒരു ബ്രഷ് ചെയ്യണമൊക്കെ ഉണ്ട്. അങ്ങനെ ഓരൊക്കെ വന്ന് അവർക്ക് കടയൊക്കെ പോവാണ്ട് കാരണം ഞാൻ വേഗം പൂരിയൊക്കെ ചുടുകയാണ്. അങ്ങനെ അതൊക്കെ വേഗം ചുട്ടുങ്ങാണ്ട് ചാടി കാച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ മക്കളെ കിറ്റിന്ന് പാത്രങ്ങളൊക്കെ എടുത്തേച്ചൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. സ്കൂളിൽ നിന്ന് ചുറ്റിങ്ങാണ്ട് വരും. പിന്നെ ഞാൻ ഇവിടുന്ന് എല്ലാം കഴുകലാണ്. അങ്ങനെ പിന്നെ വേഗം പൂരിയൊക്കെ ഇട്ട് നല്ല രസമായിട്ട് തിന്നാൻ. ഞാൻ എനിക്ക് ആവശ്യമായിട്ട് ലേശം റവയും പിന്നെ അതുപോലെ മൈദയും പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് കുഴച്ചങ്ങാണ്ട് വെച്ചതിന്ന്. അങ്ങനെ പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ ചോദിക്കും ഞാൻ ഇട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഭൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഭൂരിയൊക്കെ ഉണ്ടാക്കി ചായ എടുക്കട്ടെ വെച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മക്കളൊക്കെ എണീറ്റിക്കണ്. അങ്ങനെ ഓരോട് ഞാൻ പറയുന്നുണ്ട് പോയി ബ്രഷ് ചെയ്യണമെന്നൊക്കെ പറയാൻ വേണ്ടി ഓരോട് പോയിക്കണ്. അങ്ങനെ ഒരു ബ്രഷ് ചെയ്യണമൊക്കെ ഉണ്ട്. വർത്താനൊക്കെ പറഞ്ഞ രണ്ട് ആങ്ങളെയും പെങ്ങളും പാടൊക്കെ നല്ല തല്ലുകൂടലൊക്കെയാണ് അപ്പോൾ അവിടെ. അങ്ങനെ ഞാൻ വേഗം ഇതൊക്കെ ഇതാക്കാൻ വേണ്ടി നിന്ന്. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോവാണ്ട് സാധനങ്ങളൊക്കെ വേങ്ങാണ്ട് നനങ്ങാണ്ട് പോവാണ്. അങ്ങനെ ഒരു പോയി. അപ്പം മോനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓനെ സ്കൂളിലെ ദിവസം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ട് പറഞ്ഞിട്ടാണ്ട് ചിണുങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പറ്റൂല ഞാൻ കുളിക്കിച്ച് റെഡിയാവുക പറഞ്ഞങ്ങാണ്ട് ഓനെ ചീത്ത അറിയുന്നുണ്ട്. അങ്ങനെ ഓൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ നിന്ന്. പുതിയ ഹസ്ബൻഡ് പീടിയിലെ കടയിലൊക്കെ പോയി വന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു സ്കൂൾ പോയിക്കണം കേട്ടോ. പിന്നെയുള്ള പണി നമുക്ക് അടിച്ചാലും തുടക്കലൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ കൊട്ടി ആകെ അലങ്കോലമായി കിടക്കുന്നു. അങ്ങനെ വേഗം ബെഡ്ഷീറ്റൊക്കെ കൊട്ടിയിട്ട് അടിച്ചൊരി അങ്ങനെ വേഗം ക്ലീനാക്കാൻ അല്ലാച്ചിട്ട് നിന്ന്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ക്ലീനിങ്ങിൽ നിന്ന് പിന്നെ തിരുമ്പാണ്ടായിരുന്നു ഒരു ബക്കറ്റിൽ ആക്കി വെച്ചിക്കണം. അങ്ങനെ ആ പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം ഞാൻ അടിച്ചൊരിങ്ങാണ്ട് തുടച്ചിട്ട് അങ്ങനെ തുടച്ച വീഡിയോ ആണിത്. അങ്ങനെ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ് തിരുമ്പാൻ പോയ വീഡിയോ എടുത്തിട്ടില്ല മറന്ന്. പിന്നെ മറ്റേ റൂമാണിത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ഇതിൽ അവിടെ നിൽക്കുകയാണ് അത് ക്ലീൻ ആക്കാണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ എത്തിങ്ങനെ തുടച്ചിട്ടൊക്കെ ഇട്ടാ. അങ്ങനെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഞാനിന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് അതിനുള്ള സാധനങ്ങളൊക്കെ കൊടുന്നിരുന്നു. അങ്ങനെ എന്നും ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ കാണില്ലേ, തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ നിന്നതേന്ന്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ചോറിന് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ വെള്ളമുണ്ട് അടുപ്പത്തുണ്ട്. അങ്ങനെ അത് ആവോളം നിൽക്കണേ. അങ്ങനെ പിന്നെ ഞാൻ സവാളയും തക്കാളിയൊക്കെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് വെച്ചിരിക്കണേ. അതും എല്ലാം പാഴൊക്കെ ഇട്ടിട്ട് ഉള്ള സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഞാൻ വെള്ളം തിളച്ചപ്പോൾ അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചിങ്ങാണ്ട് ഞാൻ വേഗം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വാട്ടിങ്ങാണ്ട് വെക്കാച്ചിട്ട് അങ്ങനെ അത് തയ്യാറാക്കുകയാണ്. അങ്ങനെ വേഗം ഞാൻ വെള്ളം നോക്കിയപ്പോൾ തിളക്കണുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയൊക്കെ വാട്ടാൻ നിന്ന്. കുറച്ച് നേരം പൊടിക്കോല എങ്ങനെ ആയാലും കാരണം നമ്മൾ അടുപ്പത്ത് വെച്ചാൽ ഞാൻ കുക്കറിൽ അടിക്കലാണ്. അപ്പം എന്ന് വിചാരിച്ച് അടുപ്പത്ത് നിന്ന് തന്നെയാണ് ഇതാക്കുക. വേഗം നല്ല തീ കത്തുന്നുണ്ട് അടുപ്പ്. അങ്ങനെ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുങ്ങാണ്ട് വാട്ടാണ്. അങ്ങനെ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അത് വാട്ടിങ്ങാണ്ട് അത് മൂടി വെച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ചമുളകൊക്കെ ഇടാൻ മറന്നു. അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ പിന്നെ എന്ത് വിചാരിച്ചു തക്കാളി ആയിക്കിടട്ടെ ആക്ക തീ കിടന്നുങ്ങാണ്ട് അങ്ങനെ വാടി നമുക്ക് ഇടയ്ക്കിടങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതിയല്ല വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഉള്ളിയൊന്നും വാടിയിട്ടില്ല. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ആക്കത്തി കിടന്ന് വെന്തോട്ടൊക്കെ പാർക്കേന്ന് വിചാരിച്ചുങ്ങാണ്ട് ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അങ്ങനെ പിന്നെ അത് ആക്കത്തിയിൽ ഇങ്ങനെ നമ്മൾ തീനനുസരിച്ച് ഇതായിക്കോളുമല്ലോ. അത് മറ്റേത് ഇങ്ങനെ നമ്മൾ ഉള്ളി വാടോളം നിന്ന് പിന്നെ തക്കാളി വാടാൻ അങ്ങനെ നിൽക്കുകയാണ്.
അങ്ങനെ പിന്നെ ഞാൻ വേഗം ബിരിയാണിയിൽ ചിക്കനൊക്കെ കഴുകി വെച്ചിരിക്കണ അരി ഉണ്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ പിന്നെ മസാലയ്ക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ല വേവിച്ച് അങ്ങനെ അതൊക്കെ നല്ല വെന്തക്കണം ഇട്ടാ നല്ല ഇതിലയങ്ങാണ്ട് പൊടികളൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെ അതൊക്കെ ഇതാക്കി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ മൂടി വെച്ച് പിന്നെ ഞാൻ ആ മസാല റെഡി ആയതിൻ്റെ ശേഷം ഞാൻ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിങ്ങാണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ വേവുന്നുണ്ട്. അപ്പം മസാല നോക്കിയപ്പോൾ നല്ലപോലെ ഇതായിക്കണം. അങ്ങനെ നമ്മൾ ഈ വേഗം വേവണ ഇറച്ചിയാണല്ലോ അപ്പോൾ കാരണം ഇതാവില്ല. പിന്നെ ഞാൻ ചോറൊക്കെ ദമ്മിട്ട് അപ്പോൾ തന്നെ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാതെ ഇരുന്നിട്ടൊക്കെ കാണാം. അങ്ങനെ ഞാൻ ചോറിന് ദമ്മിടുകയാണ് കേട്ടോ. ചിലവരെങ്ങനെയൊക്കെ പല മോഡലിലും പലരും പല രീതിയിലാണ് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കൽ. ഞാൻ തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ലൈക്കൊക്കെ അടിക്കുക.